ഹലോ എവരിവൺ. മാത്സും റിയൽ ലൈഫ് കോൺസെപ്റ്റുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും. പക്ഷേ മാത്സും റിയൽ ലൈഫ് കോൺസെപ്റ്റുകളും റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആയിട്ടൊക്കെ ബന്ധപ്പെടുത്തി പഠിച്ചാൽ വളരെ എളുപ്പമാണ്. എങ്ങനെയാണെന്നല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മുൻപത്തെ വീഡിയോസിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെ പറ്റിയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ അതിനകത്ത് സൈൻ എക്സിനെയും കോസ് എക്സിനെയും പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് സൈൻ എക്സിന്റെ വാല്യൂസ് വെച്ച് സൈൻ എക്സിന്റെ ഗ്രാഫ് വരയ്ക്കും. വളരെ രസകരമായ ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫ് ഇങ്ങനെ ക്രസ്റ്റും ട്രഫ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വേവ്സ് പോലെ കിടക്കുന്നത്. കോസെക്സിന്റെ ഗ്രാഫ് അങ്ങനെ തന്നെയാണ്. സൈൻ 0 ആണ്, സൈൻ 91 ആണ്. അങ്ങനെ ഒരു ഉയർച്ച താഴ്ചയുള്ള ഒരു ഗ്രാഫാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ചകൾ മാത്രമല്ല താഴ്ചകളും ഉണ്ടാവും. എപ്പോഴും താഴ്ചകളും മാത്രമായിരിക്കില്ല, ഉറപ്പായിട്ട് ഒരു സമയത്ത് ഉയർച്ചയും ഉണ്ടാവാം. അത് റിയൽ ലൈഫിൽ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ റിലേറ്റ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ആ ഗ്രാഫിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ടാനക്സിന്റെ ഗ്രാഫിലേക്ക് പോകാം. ടാനക്സിന്റെ ഗ്രാഫ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രാഫാണ്. നിങ്ങൾ ചില സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ ഒരു ഡോട്ടഡ് ലൈൻസ് കാണും. കാരണം ടാന്റെ ചില വാല്യൂസിൽ അത് ഡിഫൈൻഡ് അല്ല, ടാന്റെ വാല്യൂ ഇല്ല. ടാൻ 90 ഡിഗ്രിയിലും ടാൻ 270 ഡിഗ്രിയിലൊക്കെ ടാന്റെ വാല്യൂസ് നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഒരു വര വരച്ചിരിക്കുന്നത്. ആ വരയുടെ അകത്തൊരു മനോഹരമായ കർവ് ലൈക്ക് സ്ട്രക്ചറിലാണ് ടാനക്സിന്റെ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ബൗണ്ടറിക്ക് അകത്ത് വച്ചിരിക്കുന്ന കർവ് ലൈക്ക് സ്ട്രക്ചർ ഇത് തമ്മിൽ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കൃത്യമായ ബൗണ്ടറിക്ക് അകത്തൊരു ലൈഫ് പാത്ത് നമുക്ക് ഓൾറെഡി ഉണ്ട്. ഓരോ ആൾക്കാർക്കും അതുപോലെ ലൈഫ് പാത്ത് ഉണ്ട് അവരുടെ ബൗണ്ടറിയിൽ. ഈ ലൈഫ് പാത്തുകൾ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. കാരണം അനാവശ്യമായ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്ന് അവിടെ അഭിപ്രായം പറയോ, അല്ലെങ്കിൽ അവിടെ കുത്തിരിപ്പുകൾ ഉണ്ടാക്കുകയോ, അല്ലെങ്കിൽ അവിടെ അനാവശ്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നമുക്ക് നല്ലത്. അങ്ങനെ ജീവിക്കുമ്പോൾ കൃത്യമായ ലൈഫ് പാത്ത് നമുക്ക് കൃത്യം ചെയ്യും. ആ ലിമിറ്റിൽ നമുക്ക് ജീവിതത്തിൽ എക്സൽ ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യും. ഇതാണ് ടാനക്സിന്റെ ഗ്രാഫ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും ടാനക്സിന്റെയും ഗ്രാഫ് റിയൽ ലൈഫിൽ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് മനസ്സിലായില്ലേ? ഇതുപോലെ മറ്റ് ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് ഒക്കെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെ ഇൻഫർമേഷൻ ഇങ്ങനെ റിയൽ ലൈഫോട്ട് കണക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.